യഹോവ മിശിഹായ്ക്ക് സ്തുതി. പഴയ നിയമവും പുതിയ നിയമവും ക്രിസ്ത്യാനി അത്യാവശ്യമായി അറിയേണ്ട സത്യം. ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം. അതായത് ഒരു ക്രിസ്ത്യാനിക്ക് അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഇന്ന് അറിയില്ല. പ്രത്യേകിച്ച് കത്തോലിക്കന്, റോമൻ കത്തോലിക്കർക്കൊക്കെ. അതായത് മറ്റു പല സഭകളും ദൈവത്തെ അന്വേഷിച്ച് പല സഭകളിലേക്കും മാറിപ്പോയവരാണ്. അപ്പോൾ അവർ ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു ചിന്തയെങ്കിലും അവർക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ റോമൻ കത്തോലിക്കർ എന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ തങ്ങളുടെ പാരമ്പര്യം അതായിരുന്നത് കൊണ്ടും തങ്ങൾ അതിലാണ് ജനിച്ചത് ജീവിച്ചത് എന്നതിനാൽ കൊണ്ടും അവർ ദൈവത്തെ അറിയാൻ പോലും ഒന്ന് മാറി ചിന്തിക്കാൻ പോലും കൂട്ടാക്കാതെ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കാണ്. അപ്പം അങ്ങനെയുള്ളവരോടാണ് കൂടുതലായിട്ട് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് എന്താണ് ബൈബിൾ, ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമവും എന്താണ്, ഒരു ക്രിസ്ത്യാനി അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളാണത്. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ഒരു സ്റ്റെപ്പ് പോലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ അല്ലേ, ബൈബിള് ആദ്യമായി രചിച്ചത് ഗ്രീക്കിലും ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലുമായിരുന്നു. പിന്നെ ബൈബിളിന് 2 വിഭാഗമുണ്ട് അല്ലേ, പഴയ നിയമവും പുതിയ നിയമവും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ പഴയ നിയമം തോറയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. എന്നാൽ പഴയ നിയമത്തെ പറയുന്ന പേര് തനാഹ് എന്നാണ്. തോറ എന്നാൽ അതിനകത്ത് 5 പുസ്തകങ്ങളുണ്ട്. അതായത് പഞ്ചഗ്രന്ഥികളാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ. യഹൂദ പാരമ്പര്യം അനുസരിച്ച് പഴയ നിയമ ഗ്രന്ഥങ്ങളെ 3 തരംതിരിച്ചിട്ടുണ്ട്. തോറ, നെബീം, സ്തൂബീം, അങ്ങനെ 3 തരത്തിൽ. അതിൽ തോറയിൽ പെടുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം. ഈ 5 പുസ്തകങ്ങളെയാണ് തോറ അഥവാ നിയമം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഈ പഞ്ചഗ്രന്ഥികള് അതിൽ തന്നെ പ്രാപിച്ചതാണ്. പിന്നീട് നെബീം, അതായത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ. അതിൽ ഉൾപ്പെടുന്നത് ജോഷുവ, ന്യായാധിപന്മാർ, സാമുവലിൻ്റെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം, അതൊക്കെ അത് മുൻകാല പ്രവാചകന്മാരെന്നാണ് അവരെ പറയപ്പെടുന്നത്. പിന്നീട് ഏശയ്യ, ജെറേമിയ, എസെക്കിയേൽ, 12 ചെറിയ പ്രവാചകർ, ഇവരെ പിൻകാല പ്രവാചകർ എന്ന പേരിൽ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 12 പുസ്തകങ്ങൾ ചേർന്നതാണ് നെബീം. പിന്നെ ബാക്കിയുള്ള ഹെബ്രായ കാനൻ അനുസരിച്ച് ശേഷിക്കുന്ന ബാക്കി 11 പുസ്തകങ്ങളെയാണ് സ്തൂബീം എന്ന് പറയുന്നത്. ഇങ്ങനെ പഴയ നിയമ പുസ്തകം 39, പുതിയ നിയമം 27 പുസ്തകം, അങ്ങനെ 66 പുസ്തകങ്ങളാണ് ബൈബിളിൽ ഉള്ളത്. ബൈബിൾ രചിച്ചപ്പോൾ, ഹീബ്രു ഭാഷയിൽ രചിച്ചപ്പോൾ ഈ 66 അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ രചിച്ചപ്പോൾ 66 പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കത്തോലിക്ക സഭക്കാരുടെ POC ബൈബിളിൽ 73 പുസ്തകങ്ങളുണ്ട്. അതായത് യഹൂദരുടെ കാനോനിക ഗ്രന്ഥങ്ങൾക്ക് പുറമെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന തോബിത്ത്, യൂദിത്ത്, ജ്ഞാനം, പ്രഭാഷകൻ, ബാറുഖ് 1, 2, മക്കബായർ, എസ്തേർ, ദാനിയേലിൻ്റെ ചില ഭാഗങ്ങൾ, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് പഴയ നിയമത്തിൽ 45 പുസ്തകമാണ് ഈ POC ബൈബിളിലുള്ളത്. പുതിയ നിയമത്തിൽ 27 പുസ്തകം, അങ്ങനെ 73 പുസ്തകങ്ങളാണ് ഈ POC ബൈബിളിനകത്ത് ഉള്ളത്. ഈ കത്തോലിക്കാരുടെ POC ബൈബിള് മലയാള പരിവർത്തനം വന്നപ്പോൾ ഈ ഹീബ്രു ഭാഷയിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ സാത്താൻ്റെ ഇടപെടൽ മൂലമാണത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ POC ബൈബിളിനേക്കാളും നല്ലതായിട്ട് കണക്കാക്കുന്നത് 66 പുസ്തകങ്ങളായിരിക്കുന്ന സത്യവേദ പുസ്തകമാണ്. ഇനി ഈ 2 ബൈബിളും വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ അടുത്തത് പറയുന്നത്. അതായത് ഈ 2 ബൈബിളിലും ദൈവത്തെ ചില ഭാഗങ്ങളിൽ അവൻ, നീ എന്നൊക്കെ വിളിക്കുന്നത് കാണാം. പിന്നെ യഹോവ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നതൊക്കെ കാണാം. എന്നാൽ ദൈവത്തെ കയറി അവൻ എന്നും നീ എന്നും വിളിക്കാൻ പാടില്ല, ബഹുമാനമില്ലാതെ വിളിക്കാൻ പാടില്ല. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിൽ നിങ്ങൾ വായിക്കുമ്പോൾ അത് തിരുത്തി വായിക്കണം. എന്ത്, അങ്ങ്, അവിടുന്ന്, അങ്ങനെ ദൈവത്തെ ബഹുമാനപൂർവ്വം വിളിക്കണം. പിന്നെ യഹോവ എന്ന് വിളിക്കാൻ പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, അദോനായ് എന്നാണ് അവിടെ പറയേണ്ടത്.
മനസ്സിലായ? അതായത് ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം നമ്മൾ മനസ്സിലാക്കിയില്ലേ? അപ്പോൾ നമ്മൾ യഥാർത്ഥ നാമം അറിയാവുന്ന നമ്മൾ ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന യേശു, ഉണ്ണിയേശു, യേശു ക്രിസ്തു, ജീസസ്, യേശു, പിന്നെ ഗോഡ് ശരിയല്ല കേട്ടോ. കാരണം ഗോഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു പണ്ട് കാലത്ത് ആൾക്കാർ ആരാധിച്ചിരുന്ന ഒരു അതായിരുന്നു ഗോഡ് എന്ന് പറയുന്ന ഒരു ദേവൻ. അതിൽ നിന്നാണ് ഗോഡ് ഉരുത്തിരിഞ്ഞ് വന്നത്. അതുകൊണ്ട് ഗോഡ് എന്ന് പറയാൻ പാടില്ല, പകരം ലോഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊന്നും ബൈബിളിൽ വരുമ്പോൾ നമ്മൾ ഈ പേരിലല്ല വിളിക്കേണ്ടത്. നമ്മൾ എന്തൊന്നാ വിളിക്കേണ്ടത്? നമ്മൾ പഠിച്ചതല്ലേ യഥാർത്ഥ ദൈവത്തിൻ്റെ നാമം. അതായത് ദൈവം മനുഷ്യനായി യഹൂദനായി വന്ന് പിറന്നപ്പോൾ സ്വീകരിച്ച യഥാർത്ഥ പേര് യേശുവ എന്നായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ യേശു ക്രിസ്തു എന്നുള്ള ഭാഗത്തൊക്കെ യേശുവ എന്ന് വായിക്കണം. ഇനി സ്വർഗാരോഹണ ശേഷം അധോനായ് എന്ന ദൈവം, യൂദ്ഹേ വൗഹേ എന്ന ദൈവം, രക്ഷകനായി വന്നു എന്നർത്ഥമുള്ള യഹോശ്വാഹ മശിയാഹ് എന്നാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ പേര്. ഇത് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ എപ്പോഴെപ്പോഴും പറയാവുന്നതാണ്. അപ്പോൾ 7ാം കാഹളം മുഴങ്ങാനിരിക്കുന്ന ഈ സമയത്ത് തൻ്റെ പ്രവാചകന്മാർക്ക് പണ്ട് തെളിയിച്ച് കൊടുത്തത് അല്ലെങ്കിൽ വെളിവാക്കി കൊടുത്തത് പോലുള്ള സത്യങ്ങൾ തൻ്റെ ദാസർക്ക് ദൈവം വെളിപ്പെടുത്തുന്ന വെളിപാടിൽ പറയണേ അല്ലേ? അപ്പോൾ ഈ നിമിഷം നമുക്ക് കിട്ടിയ ഒരു വെളിപാടാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിൻ്റെ ഈ നാമം അല്ലേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന് നമ്മൾ പഠിച്ചുല്ലേ? അപ്പോൾ ഈ 3 ആളുടെ പേരും ഒന്ന് തന്നെയാണ്. എന്താണ്? യഹോശ്വാഹ മശിയാഹ്. ഇത് അപ്പോൾ പലരും ചോദിക്കില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഇത് മനസ്സിലായേ, നിങ്ങൾ എന്താ ഇങ്ങനെ വിളിക്കുന്നത്? ഈ ഒരു പേര് ബൈബിളിലുണ്ടോ? അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേര് ഒന്ന് തന്നെയാണെന്നും അത് യഹോശ്വാഹ മശിയാഹ് എന്നാണെന്നും നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം അവരോട് ഉള്ള തെളിവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് മത്തായിയുടെ സുവിശേഷം 28:19 നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. യേശുവ മരണശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ അവരെ ഉപദേശിക്കുകയും ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ യേശുവ പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ അല്ലേ? എന്നാൽ അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ നമുക്ക് ഒരു 12:38 വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? അവിടെ അവർ യേശുവായുടെ നാമത്തിലായിരുന്നു അവർ സ്നാനം കഴിപ്പിച്ചത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് യേശുവ പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കാൻ, എന്നാൽ സ്ലീഹന്മാർ യേശുവായുടെ നാമത്തിലാണ് സ്നാനം കഴിപ്പിച്ചത്. അപ്പം എന്താണ്? അപ്പം ശിഷ്യന്മാർക്ക് മനസ്സിലായി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് 3 ഒന്നാണെന്നും ഇവരുടെ പേരാണ് ദൈവം യേശുവാക്കിയിട്ട് കൊടുത്തത്, യേശുവ എന്ന പേര്. മനസ്സിലായോ? ഇത് ശിഷ്യന്മാർ മനസ്സിലാക്കി നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടും ഇപ്പോഴും നമ്മളുടെ സഭാധികാരികൾക്ക് നമ്മെ പഠിപ്പിക്കാനായിട്ട് ഇത് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അവർക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ത്രിത്വമായിട്ടുള്ള ഒരു ദൈവമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇനി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം, ഒന്നും കൂടെ വിശദീകരിച്ച്. യോഹന്നാന്റെ സുവിശേഷം 17:11 അവിടെ കറക്റ്റായിട്ട് കർത്താവ് പറയണത് കേട്ടോ. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന അങ്ങയുടെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ എന്ന്. കേട്ടാ, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന അങ്ങയുടെ നാമത്തിൽ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? പിതാവ് തൻ്റെ പേര് ആർക്ക് കൊടുത്തിരിക്കുകയാണ്? പുത്രന് കൊടുത്തിരിക്കുകയാണ്. അതിന് തെളിവാണിത്. അപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പേര് ഒന്ന് തന്നെയായോ? ഇല്ലേ? ഇനി പരിശുദ്ധാത്മാവ്. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 14:26 അവിടെ എന്താണ് പറയുന്നത്? അവിടെ പറയുന്നത് പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്നാണ്. അതായത് പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ നാമത്തിൽ അയക്കാൻ പോകുന്ന
പരിശുദ്ധാത്മാവ്. അപ്പം എൻ്റെ നാമം യേശുവാ, അപ്പോൾ വരാനിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നാമം യേശുവാ. ഇപ്പം മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായത്? യേശുവായുടെ നാമം തന്നെയാണ് പരിശുദ്ധാത്മാവിനെന്നല്ലേ. അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരേ ഒരു പേര് യേശുവാ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും, അതായത് ഏകസത്യ ദൈവമായ എന്താണ് യേശുവ, യഹേശ്വാഹ മസിയാഹ് എന്നാണ് പേര്. ഈ മൂന്നാളുടെ പേര് ഒന്ന് അല്ലേ. അതായത് ഈ മൂന്നും ഒരാളാണ്. ദൈവം ഏകസത്യ ദൈവമാണ് എന്ന് ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മെ സഭ എന്ത് പഠിപ്പിച്ചു? ദൈവം ഏകനല്ല, ത്രിയേകനാണ് എന്നാണ് അല്ലേ. അതുകൊണ്ടാണ് പല പേരിൽ നമ്മൾ ത്രിയേക ദൈവത്തെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉണ്ണിയേശു, ക്രിസ്തു, യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ യഥാർത്ഥ പേര് അറിഞ്ഞ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു എന്നുള്ളിടത്ത് യേശുവ എന്നും, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, അദോന യഹോവ എന്നുള്ളിടത്തൊക്കെ അദോന എന്നും നമ്മൾ വിളിച്ച് പഠിക്കണം. അങ്ങനെയാണ് നമ്മൾ ബൈബിൾ വായിക്കേണ്ടത്. അത് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. മനസ്സിലായോ? ഇനി ഇന്നത്തെ സഭ എത്തി നിൽക്കുന്ന അവസ്ഥയെ പറ്റി ഞാനൊന്ന് പറയാം. നിങ്ങൾ ഒന്ന് ഓർക്കണം, ആദിമ സഭയല്ല ഇന്നത്തെ സഭ. മനസ്സിലായോ? അതായത് ഇന്നത്തെ സഭ ആദിമസഭ പഠിപ്പിച്ചതല്ല പഠിപ്പിക്കുന്നത്. മനസ്സിലായി? പഠിപ്പിക്കുന്നതൊന്ന്, പറയുന്നത് വേറൊന്ന്. ഇനി പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. കള്ളന്മാരുടെ സഭകൾ ഇങ്ങനെ വളരുന്നു പിളരുന്നു, ഇങ്ങനെയാണ് ഇപ്പം നടക്കുന്നത്. അതായത് ഇപ്പോൾ കത്തോലിക്ക സഭ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ 6 പാരമ്പര്യത്തിൽപ്പെട്ട 24 വ്യക്തിസഭകൾ ചേർന്ന കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. 2017 കണക്കനുസരിച്ച് 130 കോടി ജനമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ സഭ എങ്ങനെയുണ്ടായി എന്ന് നിങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എങ്ങനെയാണ് ഇന്നത്തെ സഭയെ ഉരുത്തിരിച്ച് കൊണ്ടുവന്നെന്നും സാത്താൻ എങ്ങനെയാണ് നമ്മുടെ സഭയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്നൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ സഭയെപ്പറ്റി റോമക്കാർക്ക് എഴുതിയ ലേഖനം 1:22 എന്താ പറയുന്നത്? അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. അക്ഷയമായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമായിട്ടുള്ള മനുഷ്യൻ, നാൽക്കാലി, പക്ഷി, ഇഴജന്തുക്കൾ എന്നിവയുടെ രൂപത്തിൽ അല്ലെങ്കിൽ രൂപസാദൃശ്യത്തിൽ ആക്കി കളഞ്ഞു. അപ്പോൾ എന്താണ്? ജ്ഞാനികളെന്ന് ഭാവിക്കുന്ന അല്ലേ, ജ്ഞാനികളെന്ന് ഭാവിക്കുകയാണെങ്കിലും അവർ മൂഢരാണ് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ അക്ഷയമായ ദൈവത്തിൻ്റെ തേജസ്സിനെ വെറും ഒരു പ്രതിമയിൽ നമ്മൾക്ക് കണ്ടെത്താൻ ഒരിക്കലും ആവില്ല. അത് മനസ്സിലാക്കാതെ മനുഷ്യൻ്റെ രൂപത്തിലും മറ്റു പല രൂപത്തിലുമുള്ള അമ്പ്, അങ്ങനെ പല പല രൂപത്തിലുമുള്ള ഓരോ രൂപത്തിലും നമ്മൾ ദൈവത്തെ കാണാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് സഭ ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ 3:6 അവിടെ പത്രോസ് ലീഹ ഒരു മുടന്തനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന അവസ്ഥയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഒന്നുമില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നീ നസ്രായനായ യേശുവായുടെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. മനസ്സിലായി? ഈ ഭാഗം ഹെബ്രായ ഭാഷയിലുള്ള ബൈബിളിൽ കൊടുത്തേക്കുന്നത് ഇന്നത്തെ ബൈബിളിലുള്ള യേശു ക്രിസ്തു എന്നല്ല, യഹോശ്വാഹ മസിയാഹ് എന്ന പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ക്രിസ്ത്യാനിയെ വചനം പറയുന്നതാണോ സഭ പറയുന്നതാണോ ശരി? നിനക്ക് വചനം പറയുന്നതാണോ വലുത്, സഭ പറയുന്നതാണോ വലുത്? നിങ്ങളത് ആദ്യം മനസ്സിലാക്ക്. യോഹന്നാൻ 17:3 ഏകസത്യ ദൈവത്തെയും ദൈവമയച്ച യേശുവായെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന്. അതായത് ദൈവം ഏകസത്യ ദൈവം, ഏകനാണ്, ത്രിയേകനല്ല എന്ന സത്യം. മനസ്സിലായോ? അതുപോലെ യേശുവ ദൈവം മനുഷ്യനായിട്ട് യഹൂദനായിട്ട് പിറന്നു, അതാണ് യേശുവ എന്ന് മനസ്സിലാക്കുന്നതാണ് നിത്യജീവൻ എന്നാ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ പല പേരിൽ നീ ദൈവത്തെ വിളിച്ചാൽ അത് ദൈവമാവില്ല. നീ പ്രതിമയെ ഒരു പേരിട്ട് വിളിക്കുകയാണ്, ദൈവം എന്ന് നിന്റെ മനസ്സിലുണ്ടാകാം, പക്ഷേ അത് ദൈവമാകില്ല. നീ വിളിച്ച വിളിപ്പേരിൽ വന്നിരുന്ന് ചിരിക്കുന്നത് ആരാണ്? സാത്താനാണ്, ദൈവമല്ല. ഏശയ്യ 42:8 പറയുന്നുണ്ട്, എൻ്റെ നാമം, എൻ്റെ മഹത്വം അത് മറ്റൊരുത്തനും, എൻ്റെ സ്തുതി ഒരു വിഗ്രഹത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നാണ്. ഇതിൽ നിന്ന് എന്താ വ്യക്തമാക്കുന്നത്? ദൈവത്തിൻ്റെ നാമം, അതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ഒരു വിഗ്രഹത്തിനും ദൈവം വിട്ടുകൊടുക്കില്ല. മനസ്സിലായി? അപ്പോൾ നീ ഒരു വിഗ്രഹത്തെ യേശുവ എന്ന് വിചാരിച്ച്, മനസ്സിൽ ദൈവമാണെന്ന് വിചാരിച്ച് വിളിച്ചാൽ അത് ദൈവമാകില്ല. അപ്പോൾ നിങ്ങൾ പറയില്ല, ഞാൻ വിചാരിച്ചത് ദൈവത്തെയാണ്,
എന്നാണ് ഞാൻ ഈ പ്രതിമേനെ ദൈവത്തെ കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് പറഞ്ഞത്, എന്നിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടിയത്. അങ്ങനെ പറയുന്നവരോടാണ് യേശുവ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്തു, അല്ലെങ്കിൽ പിശാചുബാധിതനെ സുഖമാക്കി, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, പക്ഷേ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് അവിടെ ഔചിത്യം? ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തില്ലേ അപ്പാ എന്ന് പറയുമ്പോൾ അവസാനം യേശു വരുമ്പോൾ പറയാണ്, നിങ്ങളെ ഞാൻ അറിയില്ല എന്ന്. അപ്പോൾ യേശുവ അവിടെ നുണ പറയാണോ? അല്ലല്ലോ. അതായത് ഇപ്പോൾ ഒരാളുടെ പേര് റീന, ആ റീനയാണ് എന്ന് വിചാരിച്ചിട്ട് റാണി എന്ന് പേരുള്ള ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ കുറേ പൈസ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ റീനയെ കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നീട് നമ്മൾ റീനയെ കാണുന്നു. അപ്പോൾ പറയണം, ആ റീന എന്ന് പറഞ്ഞ് ഓടി വരെ, പക്ഷെ റീന അറിയുന്നില്ല, റീനയോട് സംസാരിച്ചിട്ടില്ല. എന്നിട്ട് പറയണം, ഞാൻ റീനയുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ ഇത്ര ഇട്ട് തന്നു, റീനയ്ക്ക് കിട്ടിയോ? അപ്പോൾ റീന പറയില്ല, എനിക്ക് കിട്ടിയില്ല, കാരണം റീനയുടെ അക്കൗണ്ട് അല്ല. നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് യഥാർത്ഥമായ നാമത്തിലല്ല നീ ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ നീ പറയുന്ന എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നത് സാത്താനായിരിക്കാം. യഥാർത്ഥ ദൈവത്തിന് നിന്നെ അറിയണമെന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയില്ല എന്ന്. യഥാർത്ഥ നിയമം, ദൈവത്തിൻ്റെ നാമം അറിഞ്ഞ നമ്മൾ ഇനി ദൈവത്തിൻ്റെ യഥാർത്ഥ നാമത്തിൽ മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? കർത്താവ് ഏക സത്യ ദൈവമാണ് എന്ന് ജെറേമിയ 10:10 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏക സത്യ ദൈവം, ത്രിത്വമല്ല. മനസ്സിലായ? ഇനി 3-ാം പ്രമാണമാണ് അല്ലേ, ദൈവത്തിൻ്റെ നാമം വൃഥ പ്രയോഗിക്കരുതെന്നല്ലേ. അപ്പോൾ ദൈവനാമം മനസ്സിലാക്കിയ നാം എന്താ ചെയ്യേണ്ടത്? ഈ ദൈവനാമം എപ്പോഴും ഉച്ചരിക്കാൻ പാടില്ല. യഹൂദന്മാർ അവരുടെ ദൈവത്തെ അവർ അദോനായ്, യൂദ്ഹേ, വൗഹേ എന്നൊക്കെയാണ് അവർ ഉച്ചരിക്കുന്നത്. അല്ലാണ്ട് അവർ ദൈവത്തിൻ്റെ നാമം അവർ വെറുതെ ഉച്ചരിക്കാറില്ല. അതുപോലെ നാമും ഇപ്പോൾ യഹോശുവാഹ മശിയാഹ് എന്ന പേര് ആവശ്യമില്ലാതെ നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉച്ചരിക്കാവൂ. എന്നാൽ ദൈവം യഹൂദനായി വന്നപ്പോൾ സ്വീകരിച്ച യേശുവ എന്ന പേര് നമുക്ക് ഉച്ചരിക്കാം. ബൈബിളിലെ യേശു ക്രിസ്തു എന്നുള്ളിടത്തൊക്കെ യേശുവ എന്ന് നമുക്ക് ഉച്ചരിക്കാം. മനസ്സിലായ? പക്ഷെ ഇന്ന് സഭയിൽ എന്താ കാണുന്നത്? ആവശ്യമുള്ളിടത്തും എല്ലായിടത്തും എല്ലാം യേശുവേ നീ വന്ന് തൊട്, യേശുവേ നീ വന്ന് എടുക്ക്, നീ എടുത്ത് പിടിക്ക്, പറക്ക് എന്നൊക്കെ പറഞ്ഞ് കുപ്പിയിലെ ഭൂതത്തെ വിളിച്ചു വരുത്തണ മാതിരി ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ ഈ യേശുവിൻ്റെ പേര് വിളിക്കുക. ഒന്നോർത്തോ കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ്. കാരണം ദൈവനാമം അവരിൽ നിന്ന് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. ദൈവനാമം വെളിപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ യേശുവ എന്നുള്ള പേര് അവർ ഉപയോഗിച്ചില്ല തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നിന്ന് ആ ദൈവം സാത്താൻ മറച്ചു വെച്ചത് നന്നായി. അതുകൊണ്ട് യേശു എന്നുള്ള പേര് വിളിച്ചോട്ടെ, കുഴപ്പമില്ല. മനസ്സിലായി? അപ്പോൾ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പേര് എല്ലായിടത്തും ഉച്ചരിക്കാൻ പാടില്ല. മനസ്സിലായോ? ഈ പേര് ഇന്ന് പാസ്റ്റർമാർ അറിഞ്ഞിരുന്നെങ്കിൽ ആ പേരും വിളിച്ചിട്ടായിരിക്കും അവർ വ്യാജം പറയുന്നുണ്ടാവുക. അപ്പോൾ അതെന്തായാലും ഭാഗ്യമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പഴയ നിയമവും പുതിയ നിയമവും ഒന്ന് തന്നെയാണ്. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഒന്ന് തന്നെയാണ്. മനസ്സിലായി? നിങ്ങൾ വിളിക്കുന്ന ദൈവം ആരാണ് എന്ന തിരിച്ചറിവ് വരണമെങ്കിൽ നിങ്ങൾ പഴയ നിയമം വായിക്കണം. മനസ്സിലായി? ഇപ്പം ഞാൻ പറഞ്ഞ ആത്മാവിൽ കാണുമ്പോഴാണ് ദൈവമക്കൾ തിരിച്ചറിയുള്ളൂ എന്ന് ഞാൻ മുൻപ് നിങ്ങളെ പഠിപ്പിച്ചല്ലോ. അതുപോലെ ആത്മാവുള്ളവർക്ക് യഥാർത്ഥമായ ദൈവത്തെയും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ജ്ഞാനവും പരിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജ്ഞാനം എന്നാൽ അറിവ് എന്നാണ്. എന്നാൽ പരിജ്ഞാനം എന്നാൽ ജ്ഞാനം പ്രയോഗിക്കുന്ന രീതിയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവപരിജ്ഞാനം ഒളിഞ്ഞു കിടക്കുന്നത് പഴയ നിയമത്തിലാണ്. മനസ്സിലായി? ഈ ദൈവപരിജ്ഞാനം നമുക്ക് കിട്ടാതിരിക്കാനാണ് സാത്താൻ പഴയ നിയമം യഹൂദനാണ്, പുതിയ നിയമം ക്രിസ്ത്യാനിക്കാണ് എന്ന് സാത്താൻ ഇടപെട്ട സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായി? പഴയ നിയമത്തിലെ ദൈവം എന്താണോ പറഞ്ഞത് അത് കൂടുതൽ കൂടുതൽ പഠിപ്പിച്ച് അത് പ്രവർത്തിച്ച് കാണിച്ചു തരികയാണ് യേശുവ പുതിയ നിയമത്തിൽ. മനസ്സിലായോ? കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ യൂദ്ഹേ വൗഹേ എന്ന സർവശക്തനായ ദൈവത്തെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. യഹൂദന്മാർക്ക് ദൈവം കൊടുത്ത നിയമം അനുസരിച്ചാണ് യേശുവായും അന്ന് ജീവിച്ചിരുന്നത്. ലൂക്ക 4:16 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് വേണ്ട കുറേ സ്ഥലത്ത് നമുക്ക് വായിക്കാം. എന്താണ്? ശബാത്തിന് പതിവ് പോലെ യേശുവ പള്ളിയിൽ വായിപ്പാൻ എഴുന്നിട്ട് നിന്നു, പഠിപ്പിച്ചു എന്നൊക്കെ അല്ലേ. അപ്പോൾ യഹൂദന്മാരുടെ നിയമമായിരുന്നു ശബാത്തിൽ പള്ളിയിൽ പോവുക എന്നത് അല്ലേ. അപ്പോൾ കർത്താവ് അത് പാലിച്ചു.
അത് പാലിച്ചാണ് ജീവിച്ചിരുന്നത് എന്നതിന് തെളിവാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? പിന്നീട് അത് മാത്രമല്ല, ശബാത്തിൽ അവർ നന്മ ചെയ്യാൻ വേണ്ടി ദൈവം പഠിപ്പിച്ചു. ശബാത്തിൽ നന്മ ചെയ്യാം. കിണറ്റിൽ വീണ ആടിനെ കയറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചില്ലേ, രോഗശാന്തി ചെയ്തില്ലേ? അപ്പോൾ ശബാത്തിൽ നന്മയും കൂടെ ചെയ്യാം അല്ലേ? അപ്പോൾ ശബാത്തിൽ കതിരുകൾ പറിച്ചു നിന്നപ്പോൾ അവർ പറഞ്ഞു നീ നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ദൈവം എന്താ പറഞ്ഞാൽ ശബത്തിൻ്റെയും ദൈവമാണ്. അപ്പോൾ ഇത് എടുത്തിട്ടാണ് ക്രൈസ്തവർ പറയണത് ശബത്ത് ആചരിക്കേണ്ട ആവശ്യമില്ല, ശബത്തിൻ്റെ ദൈവവുമാണ് എന്നല്ലേ കർത്താവ്. പക്ഷെ നിങ്ങൾ എൻ്റെ അർത്ഥം മനസ്സിലാക്ക്. ശബാത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയല്ല, അല്ലാണ്ട് നിയമത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പം അത് ചെയ്യാൻ പാടില്ല, അത് തന്നെ പിടിച്ചിട്ട് നിയമത്തിന്. പക്ഷെ അതിൻ്റെ അടിയിൽ നമ്മൾക്ക് നമ്മളുടെ വിചാരങ്ങളെ അറിയുന്ന ദൈവത്തെ കാണണം. മനസ്സിലായോ? ഏത് ഇൻറ്റൻഷനിലാണ് നമ്മളത് ചെയ്തത് എന്ന് ദൈവത്തിനെ അറിയും, മനുഷ്യർക്ക് അറിയില്ല. നമുക്ക് മനുഷ്യരുടെ മാനമല്ല വേണ്ടത്, ദൈവത്തിൻ്റെ മാനമാണ്. മനുഷ്യർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോളൂ. ഇപ്പം ചോദിക്കില്ലേ, ഇപ്പം ഈസ്റ്ററാന്നും പറഞ്ഞ് എസ്തേർ ദേവതേനെ ഇപ്പം എല്ലാവരും നോമ്പെടുക്കാൻ പോവാണല്ലോ, 50 നോമ്പ്. അപ്പോൾ ചിലർ ചോദിക്കില്ലേ, അയ്യേ നീ നോമ്പെടുത്തിട്ടില്ലേ, നീ ക്രിസ്ത്യാനിയാണോ എന്നൊക്കെ ചോദിക്കൂ അല്ലേ. അപ്പം പിന്നെ കരിക്കുറി വലിയ കുരിശൊക്കെ നെറ്റിയിൽ ഇങ്ങനെ ചാർത്തി നടക്കൂ അല്ലേ. ഇതൊക്കെ ആരെ കാണിക്കാനാണ് നടക്കണേ ക്രിസ്ത്യാനിയെ? അല്ലെങ്കിൽ ഇടയ്ക്കിട്ടൊരു ധ്യാനം കൂടുന്നു അല്ലേ, വർക്ക്ഷോപ്പിൽ കയറ്റണ മതി, അത് കഴിഞ്ഞാൽ പഴയ പോലെയായി. ഇങ്ങനെയാണോ? അതുകൊണ്ട് കർത്താവ് പറയണത് ഇവിടെ ശബാത്തിൽ നന്മ ചെയ്യാനായിട്ട് കർത്താവ് പഠിപ്പിച്ചു യഹൂദന്മാരെ. അപ്പോൾ അവരുടെ നിയമം മാറ്റമല്ല ചെയ്തത്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഈ നോമ്പെടുക്കേണ്ടതും ചാരം പൂശേണ്ടതൊന്നും. നിങ്ങളുടെ ആത്മാവിനെ പരിശോധിച്ചറിയുന്നത് ആര്? നിങ്ങളുടെ ചിന്തകളെ പോലും, നിങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപേ നിങ്ങൾ ചിന്തകളെ പോലും അറിയാൻ പറ്റും നിങ്ങളുടെ കർത്താവിന്. മനസ്സിലായി? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അപ്പോൾ കർത്താവ് പഠിപ്പിച്ചത്, കർത്താവ് പ്രവർത്തിച്ചത് അത് ഫോളോ ചെയ്യുകയല്ലേ നമ്മൾ വേണ്ടത്. കർത്താവ് സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവർത്തികളാണ് പഠിപ്പിച്ചത് അല്ലേ. എന്നാൽ ഇന്ന് സഭയിലോ സാത്താൻ്റെ പ്രവർത്തികളാണ് പഠിപ്പിക്കുന്നത്. അതിനാണ് മുൻതൂക്കം കൊടുക്കണേ അല്ലേ. യേശു ആ പിശാചിനെയൊക്കെ പുറത്താക്കുമ്പോൾ പല സ്ഥലത്തും പറയുന്നത് നീ ശബ്ദിക്കരുത്, നീ മിണ്ടരുതെന്ന് പറഞ്ഞ ആ ആജ്ഞാവാക്കാണ്. സാത്താനെ വായ തുറക്കാൻ പോലും സമ്മതിക്കുന്നില്ല യേശുവ. എന്നാൽ ഇന്ന് സഭയിൽ പിശാചി ബാധിതരെ എങ്ങനെ ഒഴിപ്പിക്കണേ? നീ ആരാണ്? നീ എവിടെന്നാ കയറി? എപ്പോഴാ കയറിയത്? നീ ഇവന് വിട്ടുപോകോ? എപ്പോഴാ പോകുക? അടിക്കല് പിടിക്കല് മറ്റേ നാഗവല്ലിയുടെ മതിയല്ലേ, അതൊക്കെയല്ലേ കാണാം. അപ്പം അതെന്താ അതിൻ്റെ അർത്ഥം? അതായത് ഇവന് സാത്താനുണ്ടെന്ന് കാണിക്കാനും ഈ സാത്താനെ ഒഴിപ്പിക്കാനായിട്ട് എനിക്ക് കഴിവുണ്ട് എന്ന് കാണിക്കാനുള്ള അഹങ്കാരം അല്ലേ, അതല്ല ഇന്ന് സഭയിൽ കാണുന്നത്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയൂ. മനസ്സിലായോ? അറിവില്ലാത്ത ഒരുത്തൻ അറിവില്ലാത്തവനെ അറിയാത്തത് പഠിപ്പിക്കുന്നു. അപ്പം എന്ത് ചെയ്യും? ഈ അറിവില്ലാത്തവനും അറിയാത്തവനും ഒരുമിച്ച് കുഴി ചെന്ന് ചാടും. അതായത് കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴുന്ന വചനം പറയുന്നത്. അപ്പം അതാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. ഏകസത്യം വചനം വായിച്ച് അറിവ് പ്രാപിക്കാത്ത എല്ലാവർക്കും തെറ്റും. മനസ്സിലായോ? ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് ബൈബിൾ എന്ന് പറയുന്നത് കറണ്ട് ബില്ല് സൂക്ഷിക്കാൻ, പ്രധാനപ്പെട്ട രേഖകൾ കൂട്ടി വെച്ചേക്കണ കാശ് പൊടി പിടിച്ച് ഇങ്ങനെ ഇരിക്കണ്ടാവും, അതൊക്കെ ഉള്ളിൽ സൂക്ഷിക്കുക. എന്നിട്ട് അച്ഛന്മാർ പള്ളിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പോലും നോക്കാണ്ട് വെള്ളം തൊടാതെ വിഴുങ്ങുക. അതല്ലേ ഇന്ന് നടക്കുന്നത്. അങ്ങനൊരു സ്ഥലം മാത്രമാണ് ഇന്ന് ബൈബിള്. അതൊന്ന് തുറന്ന് വായിക്കാനുള്ള, ഇതെന്താ ഇപ്പം ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പുരോഹിതൻ പറയുന്നത് ശരിയാണോ എന്ന് തുറന്ന് വായിക്കാനൊരു മനസ്സ് പോലും ഇല്ല. മനസ്സിലായോ? ഇന്നും ഇവർ പഠിപ്പിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ചിന്തിക്കാനൊന്നും നേരമില്ല. സത്യം പറഞ്ഞ ബേസിക്കായിട്ടുള്ള 10 കൽപ്പന പോലും ക്രിസ്ത്യാനിക്ക് അറിയില്ല. സഭ വേദോപദേശത്തിന് പഠിപ്പിച്ചു കൊടുത്ത 10 കൽപ്പനയല്ല, ഈ പുറപ്പാട് 20 10 കൽപ്പന, അത് മനസ്സിലാക്കാൻ പോലും ക്രിസ്ത്യാനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. പുറപ്പാട് 20 1 2 3 4 കൽപ്പനകൾ അവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് തെറ്റിച്ചിട്ടാണ് സഭ പഠിപ്പിച്ചത്. ഒന്നാമത്തെ കൽപ്പന ഏകസത്യ ദൈവത്തെ ആരാധിക്കണം, വേറെ ദൈവം ഉണ്ടാവിടുന്ന. അതുകൊണ്ട് പല പേരിട്ടല്ലേ എന്ന് വിളിക്കണത്. അതും ത്രിത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിത്വം ഏകത്വത്തിൽ കുന്തം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പഠിപ്പിക്കണത്. മനസ്സിലായ? അപ്പോൾ അത് ഏകസത്യ ദൈവത്തെ മനസ്സിലാക്കാത്ത ഒരു ക്രിസ്ത്യാനി ഒന്നാം പ്രമാണം തെറ്റിക്കാണ്. ഇനി രണ്ടാമത്തെ പ്രമാണം ക്രിസ്ത്യാനിയെ പഠിപ്പിച്ചിട്ടേ ഇല്ല. മനസ്സിലായോ? ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള യാതൊരു പ്രതിമയെയോ ഉണ്ടാക്കുകയോ വണങ്ങുകയോ സ്വരൂപത്തെ വണങ്ങുകയോ ഒന്നും ചെയ്യരുതെന്ന്. അപ്പോൾ എന്താണ് എന്താ പറയുക, ബാർബി ഗേളിൻ്റെ ഡ്രസ്സ് മാറ്റണം, ഓരോ പ്രതിമയെ അണിയിച്ചൊരുക്കുകയാണെന്ന് ക്രിസ്ത്യാനി ചെയ്യുന്നത്. ഇപ്പോൾ 2ാം പ്രമാണം തെറ്റിയില്ലേ?
ഇനി 3-ാം പ്രമാണം എന്താണ്? കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് അല്ലേ? ഇന്ന് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും യേശു നീ വന്ന് തൊട്, അവനതാ കടന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞ് നീ എടുക്ക്, അതേ പറന്നുകൊണ്ട് എടുത്തോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുകയാണ്, യഥാർത്ഥ നാമം അല്ലെങ്കിൽ പോലും അല്ലേ. പിന്നെ 4-ാമത്തെ കൽപ്പനയും ക്രിസ്ത്യാനിക്ക് അറിയില്ല. ശബാത്ത് ശനിയാഴ്ചയാണെന്നും 7-ാം ദിവസം നീ ശബാത്ത് ആചരിക്കണമെന്നുമുള്ള 4-ാമത്തെ കൽപ്പനയെ മാറ്റി കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നും പറഞ്ഞ് ആ ദിവസം സൺഡേ കൊണ്ട് എത്തിച്ചു കൊടുത്തേക്കാണ്. സത്യം അറിയാത്തവരെ വഞ്ചിക്കാൻ എളുപ്പമാണ്. പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കുമ്പോൾ പറ്റിക്കാനാണോ ആൾക്കാർക്ക് ഇഷ്ടം പോലെ ആൾക്കാർ പറ്റിക്കില്ലേ? സത്യം നിങ്ങൾ അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. എസെക്കിയേൽ 20:20 ശബാത്ത് അടയാളമാണ്, അത് നിർബന്ധമായിട്ട് ആചരിക്കണം എന്നാണ് പറയണേ. അങ്ങനെ പറയുമ്പോൾ സൺഡേ ആണ് കർത്താവിൻ്റെ ദിവസം, അന്നാണ് പള്ളിയിൽ പോണേന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? അതായത് സൺഡേ സൂര്യദേവന്റെ ദിവസമാണ്. നിമ്രോദിനാണ് ആരാധന അർപ്പിക്കുന്നത്. അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 321 സഭയിൽ ഈ സൺഡേ വർഷിപ്പൊക്കെ കൊണ്ടുവന്നത്. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടോളൂ. അപ്പോൾ ഇനി നിങ്ങൾക്കിത് അറിയണം, ഇത് ഞാൻ പറയണതല്ല, ചരിത്രം നോക്കൂ. നിങ്ങൾ ഗൂഗിളിലോ വിക്കിപീഡിയയിലൊക്കെ പോയിട്ട് സൺഡേ വർഷിപ്പിൻ്റെ ചരിത്രം നിങ്ങൾ വായിച്ച് നോക്ക്. അവിടെ ഒക്കെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ആരാധനാക്രമം സഭയിലേക്ക് എങ്ങനെ കടന്നു വന്ന? ദൈവം പറഞ്ഞതാണോ? ആദിമ സഭയിൽ നിന്ന് കിട്ടിയത്? എന്തുകൊണ്ടാണ് യഹൂദന്മാർ ഈ സഭയിലേക്ക് മാറി ഇപ്പോൾ ക്രിസ്ത്യാനികളെ വിട്ട് ഓടിപ്പോയത്? കാരണം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കാര്യമാണ് ഏക സത്യദൈവം. ദൈവം ത്രിത്വനാണെന്ന് പറഞ്ഞ പിന്നെ യഹൂദൻ വിട്ട് ഓടൂലേ? ആദിമസഭ വേറെ പോവില്ലേ? മനസ്സിലായോ? ഈ ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഈ ഒരു ചരിത്രം അത് നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾ പഠിക്കുക. എന്നാണ് ഈ സഭ വേണ്ടത്? ഈസ്റ്റർ, ക്രിസ്മസ് ഇതൊക്കെ ശരിക്കും കർത്താവിൻ്റെ ജനനവും ഉയർപ്പും തന്നെയാണോ? ഇതൊക്കെ എവിടെ നിന്നാ വന്നത്? ഈസ്റ്റർ എസ്തർ എന്ന് പറയുന്ന ഒരു ദേവതയുടെ പിറന്നാളാണ്, അതാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ കർത്താവ് വെളിപാട് കൊടുത്തിട്ട് സഭയിൽ ഞങ്ങൾ ഇത് ഉണ്ടാക്കിയെന്നൊക്കെ അതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? ദൈവം തിരുവചനം പറയുമ്പോൾ അതൊക്കെ തെറ്റാണ്, ഞങ്ങൾ പറയുന്നത് ശരിയെന്ന് സഭ പറയുമ്പോൾ ഏതാ നിങ്ങൾ വിശ്വസിക്കണ്ടേ? സഭയെ വിശ്വസിക്കണോ തിരുവചനത്തെ വിശ്വസിക്കുന്നോ? അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മീയ കണ്ണുള്ളവർക്ക്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തൻ്റെ ആടുകൾക്ക് മാത്രമേ ഇടയനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, ഇടയൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എസെക്കിയേൽ 20:23 എൻ്റെ ശബാത്തുക്കളെ അശുദ്ധമാക്കി പിതാക്കന്മാരെ പോലെ വിഗ്രഹങ്ങളിലേക്ക് ചെന്നാൽ ഞാൻ നിങ്ങളെ ചിതറിച്ച് കളയുമെന്ന കർത്താവ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. 2 തിമോത്തിയോസ് 3:2 അന്ത്യകാലത്ത് അമ്മപ്പന്മാരെ അനുസരിക്കാത്ത നന്ദി കെട്ടവരും ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും ഉണ്ടാവുക. അതല്ലേ ഇന്ന് നടക്കുന്നേ? അതല്ലേ ഇപ്പം കാണുന്നേ? ഇപ്പം എന്നും എന്താ ന്യൂസ് കാണുന്നത്? പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ എന്താ ന്യൂസ് കാണുന്നത്? ഓരോ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു അല്ലേ, അടികൂടി കൊല്ലുന്നു. ഇപ്പോൾ അർഫാൻ 5 പേരെ തലക്കടിച്ച് കൊല്ലുന്നു അല്ലേ. പണ്ട് കയ്യീൻ ആബേലിനെ കൊന്നത് എല്ലും കഷ്ണം കൂടി തലക്കടിച്ചിട്ടാണ്. അതുപോലെ തന്നെയല്ല ഇപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ, അതായത് സബ് മൈൻഡ് പിശാചിന് തുറന്നിട്ട് കൊടുത്തേക്കാ ഇന്ന് മനുഷ്യൻ. അപ്പോൾ എന്തുണ്ടാവും? അപ്പോൾ പിന്നെ സാത്താൻ വന്ന് മനുഷ്യനെ കീഴടക്കും. അപ്പം അതുകൊണ്ട് ക്രിസ്ത്യാനിയെ അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും ബൈബിളിനെ കുറിച്ച് നീ പഠിക്കൂ. പഴയ നിയമം പുതിയ നിയമത്തിന് വേണ്ടിയുള്ളൊരു പ്രൊമോ മാത്രമല്ല, അതൊരു പ്രൊമോ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് പ്രൊമോ മാത്രമല്ല, പഴയ നിയമം എങ്ങനെ പഠിച്ച് ജീവിക്കാമെന്ന് യേശുവ കാണിച്ചു തന്നതാണ് പുതിയ നിയമം. പുതിയ നിയമത്തിലൂടെയാണ് യേശുവ കാണിച്ചു തന്നത്. മനസ്സിലായോ? ഈ ദൈവ പരിജ്ഞാനം ഒളിഞ്ഞു കിടക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡിലാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഈ അൺകോൺഷ്യസ് മൈൻഡ് തുറന്ന് കിട്ടണമെങ്കിൽ പഴയ നിയമം വായിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ നിമിഷം തന്നെ പഴയ നിയമം വായിച്ചു തുടങ്ങൂ. മനസ്സിലായോ? അതിലുള്ള നിധിശേഖരങ്ങളെ കണ്ടെത്തൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എപ്പോൾ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും യഹൂദന്മാർ ഇന്നും തോറ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ആ യഹൂദനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. എന്നിട്ട് വിനയത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ മക്കളുടെ മേശയുടെ കീഴെ വീഴുന്ന അപ്പക്കഷണങ്ങളെങ്കിലും ഞങ്ങൾക്ക് തന്നാൽ മതി. ആ ഒരു എന്താ പറയുക, എളിമയോടുള്ള വിശ്വാസമാണ് ഇന്ന് ക്രിസ്ത്യാനിക്ക് വേണ്ടത്. എങ്കിലേ ക്രിസ്ത്യാനിക്ക് രക്ഷയുള്ളൂ.
ഇനി കൂടുതൽ പരിജ്ഞാനം കിട്ടിയല്ലേ ക്രിസ്ത്യാനിക്ക് ദൈവമാണ് യേശുവ എന്ന് വന്ന് പറഞ്ഞതെന്ന്. ആ പരിജ്ഞാനം കൂടുതൽ കിട്ടിയ ക്രിസ്ത്യാനി കൂടുതൽ താലന്ത് ഒരുക്കി വെക്കണം യേശുവ അവസാനം വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ബൈബിൾ എന്താണെന്നെങ്കിലും അടിസ്ഥാനം മനസ്സിലാക്കി, 10 കൽപ്പന എന്താണെന്നെങ്കിലും അടിസ്ഥാനം മനസ്സിലാക്കി നിങ്ങൾ പഴയ നിയമം ഇന്ന് തന്നെ വായിച്ചു തുടങ്ങും. നാളെ ആവട്ടെ എന്ന് വെച്ച് നാളെ നന്നാവാമെന്ന് പറഞ്ഞ ഒരാളും ഒരു കാലത്ത് നന്നായി കണ്ടിട്ടില്ല. അപ്പോൾ ഈ നിമിഷം തന്നെ നമ്മൾ മാറണം. നമ്മൾക്ക് ഇതിൽ എവിടെയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ കണ്ടു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ മാറാൻ ശ്രമിക്കുക. പഴയ തുരുത്തിൽ പുതിയ വീനിട്ട് വെക്കാതെ തുരുത്തും പുതിയതാക്കി പുതിയ വീന് കളക്ട് ചെയ്യുക. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും ഒന്നാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് പഴയ നിയമം യഹൂദനും പുതിയ നിയമം ക്രിസ്ത്യാനിക്കും എന്നുള്ള ആ ഒരു തെറ്റായ പഠിപ്പിക്കലിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഹീബ്രു ഭാഷ സ്ലീഹ ആബ. അതായത് നമ്മൾ പറയില്ലേ സോറി അപ്പ എന്ന് പറയില്ലേ. ഇപ്പം എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി അപ്പ എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ അതിന് പറയാണ് സ്ലീഹ ആബ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വാക്ക്. അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ തോദ.